ബാക്ക് ടു അതർ ഫുട്ബോൾ. നേരത്തെ ഞങ്ങൾ ഇട്ടത് ഒരു ഇന്ത്യൻ ബാക്സിൻ്റെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് ഒരു ഫുട്ബോൾ 2026 എന്ന് പറഞ്ഞൊരു ഗെയിമിനാണ്. ഇത് നമ്മൾ ഏത് ലെവലെടുക്കും? ഇൻ്റർനാഷണൽ കപ്പ് വായിക്കാൻ കിട്ടുന്നില്ല. ഓക്കെ, ഇത് മതി. ഞാനിത് കുറച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇന്ത്യ നമ്മുടെ ഇന്ത്യ അല്ലേ, നമ്മുടെ ഇന്ത്യ ഈസ്റ്റ് സ്റ്റേഡിയത്തിലാണ്. ഞാനത് പേരൊക്കെ ഇട്ടിട്ടുണ്ട്. റൊണാൾഡോ, മെസ്സി കളിച്ചിട്ടുണ്ട്. നിങ്ങൾ പിന്നെ റൊണാൾഡോൻ്റെ ആണോ മെസ്സിൻ്റെ ആണോ നെയ്മറിൻ്റെ ആണോ എന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ അതിന് സ്റ്റാർട്ടാവുന്നല്ലോ. ആട് വിട്ടിട്ട് ഒരു നേരമില്ല. ആട് വിട്ടിട്ട് കളിയില്ല. വേറെ ഇവിടെ ഞാൻ പിടിച്ചേക്കുന്നത് ഫുട്ബോൾ. അതന്നെ നിങ്ങളിപ്പോൾ ആ ഫുട്ബോളിൻ്റെ ആ ഗെയിമിൻ്റെ പിക്ചർ കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് നോക്കി നിങ്ങളും കയറ്റണം ഗൈസ്. നല്ല ഗെയിമാണ്. നോക്കണം ഗൈസ്, നമ്മൾ പാസ് കൊടുത്തു. എനിക്കിത് കുറച്ച് ട്രിക്കൊക്കെ അറിയാം ഗൈസ്. നോക്കണം ഗൈസ്, നമ്മൾ റെയിൻബോ ഒക്കെ എടുക്കാം. പിന്നെ ഈ സാധനമൊക്കെ എടുക്കാം. ഉണ്ടോ, ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ട് പോകാം ഗൈസ്. ഒറ്റയ്ക്ക് കളിച്ച് ഗോൾ കയറില്ലെന്നുള്ളൂ. ഗോൾ കയറി. അതിന് ഗോളല്ല ഗൈസ്. അതെന്നാ പണിയാണ് കാണിച്ചേ. കാണിച്ചേ. ഗൈസ് ഇപ്പം കിടന്ന് ക്ലൂ കേട്ടില്ലായിരുന്നു. അതെൻ്റെ അനിയൻ കിടന്ന് കീറിയതാ ഗൈസ്. കൊച്ചുങ്ങളെയൊന്നും പറയാൻ കൊള്ളത്തില്ലെന്നേ. ഫൗളായി. പെനാൽറ്റി. റൊണാൾഡോനാണോ നീ ഇഞ്ചുറി ചെയ്തേ? ഈ നിൻ്റെ എമ്മങ്ങാണ്ടേ ഇരിക്കും. ഗോളാണോ? ഗോള്. അവർക്ക് അത്ര ഉള്ളു. ഉണ്ടായി അത്ര ഉള്ളു. ഇതെന്നാ കാണിക്കുന്നത്? സബ്സ്റ്റിറ്റ്യൂഷനോ? അതന്നെ. അതന്നെ പിന്നെ കിട്ടി. ഇതാണ് ഗോളിൻ്റെ പേര് അഭയ് എന്നാണ്. ഫ്രീ പെനാൾട്ടി അല്ല, മറ്റേ സാധനം എടുത്തു. എയിമ്പോ എടുത്തിട്ടുണ്ട് നമ്മൾ. ഗൈസ് ഇതിൻ്റെ ഗോൾ കയറാത്തേ. മറ്റേ പെനാൾട്ടി എടുത്തത് മാത്രം ഗോളുണ്ട്, അതിന് ഗോളില്ല. അതെൻ്റെ കിട്ടിയതല്ലായിരുന്നു. ഞാൻ എന്നെ അടിച്ചു കളഞ്ഞെന്തിനാ? അതെൻ്റെ ഒരു മിസ്റ്റേക്ക് അല്ലേ അമ്മേ. അതെന്നെ പണിയത് ആവാത്തേ. ഈ ഗെയിം ഉണ്ടാക്കിയവനുണ്ടല്ലോ. പക്ഷേ ഗൈസ് ഒരു ഗെയിമുണ്ട് ഗൈസ്, ലെവൽ ഡെവിൾ. ആ ഗെയിം ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാം. ലെവൽ ഡെവിൾ എന്ന് പറയുന്നൊരു ഗെയിമാണ്. അത് ഈ ലോകത്തിലെ ട്രോളിങ് ഗെയിം എന്ന് പറഞ്ഞാൽ ട്രോളിങ് ഗെയിം ആയിരിക്കും ഗൈസ്. നെഞ്ചു പൊട്ടിപ്പോകും ട്രോളെന്ന് പറഞ്ഞാൽ. അതന്നെ പാസ് കൊടുക്കണ്ടായിരുന്നു, മുമ്പിലെത്തിയതായിരുന്നു. അതന്നെ പിന്നെ എന്നെ അടിച്ചു വിടുന്നേ അവൻ്റെ കയ്യിൽ. പക്ഷേ ഗൈസ് ഇത്ര എനിക്കുണ്ടല്ലോ ഈ റെയിൻബോ അടിക്കാറിയാം, ബാക്കി എല്ലാം അടിക്കാറിയാം. പക്ഷേ ആ ബൈസിക്കിൾ മാത്രം അടിക്കാൻ അറിയത്തില്ല ഗൈസ്. അടിക്കാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഗോളേ അടിക്കാൻ അറിയുന്നവർക്ക് കമൻറ്റ് ചെയ്യുക ഗൈസ്, പ്ലീസ് കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്താലേ നമുക്ക് ഒരു ഇത് കിട്ടുള്ളൂ. പിന്നെ സബും ലൈക്കും, നല്ല എനർജി കിട്ടുള്ളൂ ജയിക്കാൻ വേണ്ടി. സബും ലൈക്ക് എനർജി ജയിക്കാൻ. എനർജി അടുത്തത്. എന്നെ ചുമ്മാ ഫ്രീക്ക് എടുക്കുന്നത് അത്രേ ഉള്ളൂ. വേണ്ട കാര്യം ലിയോ മെസ്സിയാണ് കേസ് എടുത്തുകൊണ്ട് പോകുന്നത്. അയ്യോ ആയിപ്പോയി. കോർണറാണോ? കോർണർ ഗൈസ്. നമുക്ക് കോർണർ കിട്ടിയിട്ടുണ്ട്. നമ്മളടിച്ചിട്ടുണ്ട്. നോക്കാം ഗൈസ്. ഹെഡ് അടിക്കുവാൻ തോന്നുന്നു. എന്തോ ഇതിൻ്റെ കേട്ടോ, ഒരു ഹെഡ് അടിച്ച് ഗോൾ കഴിച്ചാൽ ഇനി ചവിട്ടി അങ്ങ് ഇടുവോ? ഇതൊരു ഹാഫ്. അപ്പോൾ ഞാൻ പറഞ്ഞോളൂ ഹാഫ് എന്ന് പറഞ്ഞോളൂ. അപ്പേനും ഹാഫ് അടിച്ച്. ഇനിയും ബാക്കിയേക്ക് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാം അല്ലേ. 2-1 ഗൈസ്.
അത് ഓർക്കണം നൈസ്. രണ്ടേ ഉണ്ടൊക്കെ നൈസ്. പക്ഷെ ജയിച്ചില്ലെന്നേ ഉള്ളൂ. അവരിപ്പോൾ അങ്ങനെ അടിച്ചു കയറിയ ഞാൻ നോക്കണേ അടിച്ചു കയറില്ല. ഷെഡ് അടിച്ചു കയറത്തില്ല. നമ്മുടെ ബോൾ കിട്ടിയപ്പോൾ അടിച്ചു കയറത്തില്ല. ഇവനാണ് ഇങ്ങനെ നടക്കുന്നേ. എടുത്തോണ്ട് ആ സ്പ്രിന്റ് ആംഗിൾസ് കാണിച്ചതാ ഞാൻ അറിയാതെ. ഇതെന്നാ എന്ത് കഷ്ടം ഇത്. ശരാ എന്നെ കഷ്ടം. റെയിൻബോ എടുത്തു അവൻ്റെ മൂട്ടി ചെന്ന് വേണ്ടി. നിങ്ങളുടെ അടുത്തു അയ്യോ ഇതിൻ്റെ ഗോളിൻ്റെ പേരെന്നാ? ആർമിയോ? നമുക്ക് അവൻ്റെ ഒരു കോർണർ ഇട്ടാലോ? കോർണർ ഇട്ടിട്ടുള്ളൂ ബാക്കി കാര്യം. ഗോൾ കയറിയില്ല കുഴപ്പമില്ല. ഇനി കോർണർ ചാലഞ്ച് അക്സെപ്റ്റഡ്. ഇനി കോർണറാണ് ഗൈസ്. കോർണറിന് മുമ്പ് അവൻ ബോൾ എടുത്തുകൊണ്ട് പോയിരുന്നാൽ മതി. അയ്യോ ഗൈസ് കോർണറല്ല, ഗോളായിപ്പോയി. അല്ലാതെ അപ്പോൾ ഫുള്ള് അവൻ കൈ കൊണ്ട് പിടിച്ചിട്ട് അടിച്ചു കളയുക. ഇപ്പോൾ ആണെങ്കിലോ ഫുള്ള് ഗോളും. അതന്നെ ഷൂട്ട്. ഞാൻ ഷൂട്ട് അടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഹൈ ആയിപ്പോയി. ഗോൾ കിക്കായി. ഗോളല്ല. ഇത് കഴിയുന്നില്ലല്ലോ. കഴിഞ്ഞാൽ നമ്മളങ്ങനെ ജയിച്ചാനേ. അവർക്ക് 0 അല്ലേ? അവർക്കുണ്ടാ. ഒരു ഗോൾ കൂടെ കഴിച്ചിട്ട് വരാം. എൻ്റെ മുമ്പിൽ വന്നത് ഞാൻ കണ്ടില്ലായിരുന്നു. അത് എടുത്തോണ്ട് പോയി. ഇതെന്നെ പണി കാണിച്ചേ. നമ്മൾ ജയിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം.